നാടൻ പശുവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ജൈവ കൃഷിയിലെ വളപ്രയോഗമായ ജീവാമൃതത്തിനു ചേർത്തുന്ന ചേരുവകളാണ് ഇവിടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്. അതിൽ 200 ലിറ്റർ ജീവാമൃതം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കൂട്ട് ഞാൻ പറഞ്ഞു തരാം. 10 കിലോ ചാണകം, 5 ലിറ്റർ ഗോമൂത്രം. ആ 5 ലിറ്റർ ഗോമൂത്രത്തിൽ പുതിയ ഗോമൂത്രമാണെങ്കിൽ 5 ലിറ്റർ, 6 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ള ഗോമൂത്രമാണെങ്കിൽ 3 ലിറ്റർ ധാരാളമായിരിക്കും. അതിനകത്ത് ഇരട്ടപ്പരിപ്പിൻ്റെ മാവുകൾ പറയുന്നുണ്ട്, ചെറുപയർ, മുതിര, ഉഴുന്ന് തുടങ്ങിയവ. കൂടാതെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ചക്കക്കുരുവിൽ നിന്ന് നിർമ്മിക്കുന്ന ഇരട്ടപ്പരിപ്പിൻ്റെ മാവാണ്. അതായത് ചക്കക്കുരു ഒരു 6 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കുകയാണെങ്കിൽ അതിൻ്റെ പുറന്തോട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ ജീവാമൃതത്തിലേക്ക് ചേർത്താനാണ് ഈ പറയുന്ന ഇരട്ടപ്പരിപ്പിൻ്റെ മാവ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചക്കക്കുരു ജീവാമൃതത്തിന് ഏറ്റവും ഗുണകരമായിരിക്കും. അത് പൾവറൈസറിലിട്ട് പൊടിക്കുകയാണെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും, മാവിന് പകരം ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ ഒരു ദിവസം കൂടുതലെങ്കിലും വെള്ളത്തിലിട്ട് ചക്കക്കുരുവിൻ്റെ മാവ് കുതിർത്തിയാൽ മാത്രമേ ഏറ്റവും ഗുണകരമാവുകയുള്ളൂ. കൂടാതെ 4ാമത്തെ ചേരുവക എന്ന് പറയുന്നത് ശർക്കരയാണ്. 2 കിലോ ശർക്കരയാണ് 200 ലിറ്റർ ജീവാമൃതത്തിന് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആ ഉപയോഗിക്കുന്നതിൽ ശർക്കര ഉപയോഗിക്കുന്നതിൻ്റെ കാരണം ഗ്ലൂക്കോസ്, സൂക്ഷ്മജീവികൾക്ക് ഗ്ലൂക്കോസ് കൊടുക്കുക എന്നുള്ളൊരു ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. ശർക്കരയ്ക്ക് ബദലായിട്ട് നമുക്ക് വേണമെങ്കിൽ പഴങ്ങൾ ചേർത്താം. പഴങ്ങളെന്ന് പറയുമ്പോൾ നേന്ത്രപ്പഴം, ചെറുപഴം. ഇതേ ചക്ക, ഏറ്റവും കൂടുതൽ പഴുത്ത ചക്ക നമ്മൾ കീഴിൽ കെട്ടിവെച്ചിട്ട് അതിനെ പഴുത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 6-7 ദിവസം നമ്മൾ ഇതിനെ ശേഖരിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് 1 ലിറ്റർ, അതായത് 12 കിലോ ചക്കൻ്റെ പഴം മാത്രം, കുരുവിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പഴം മാത്രം ഏറ്റവും കൂടുതൽ പഴുത്ത് നമുക്ക് കൈകൊണ്ട് പിഴിഞ്ഞാൽ പിഴിയുന്ന അവസ്ഥയിൽ വരികയാണെങ്കിൽ അതിന് പിഴിഞ്ഞ് നമ്മൾ കീഴ് കെട്ടി വയ്ക്കുകയാണെങ്കിൽ
ഒരു 1.5 ലിറ്റർ വരെ നമുക്ക് ഇതിൻ്റെ ചക്കേൻ്റെ 12 ലിറ്റർ പഴത്തിൽ നിന്ന് 1.5 ലിറ്റർ വരെയുള്ള വെള്ളം കിട്ടും. അതേപോലെ പഴവർഗ്ഗങ്ങളാണെങ്കിൽ 10 കിലോ പഴം ഉണ്ടെങ്കിൽ തോല് ഒഴിവാക്കിക്കൊണ്ട് പഴത്തിൻ്റെ തോല് മാത്രം ഒഴിച്ച് നമ്മൾ ശരിക്കും നല്ല മാവിൻ്റെ പരുവത്തിലാക്കി വെക്കുകയാണെങ്കിൽ അതും ഇതുപോലെ തന്നെ ഡ്രോപ്പായിട്ട് തന്നെ കിട്ടും. അങ്ങനെ വരികയാണെങ്കിൽ 1 ലിറ്ററേ ആവശ്യം ഉണ്ടാവുള്ളൂ. ഈ 4 ചേരുവകൾ കൂടാതെ 5-മത്തെ നമ്മൾ പറയുന്നത്, ഏത് സ്ഥലത്താണോ ജീവാമൃതത്തിൻ്റെ പ്രയോഗം ചെയ്യുന്നത് ആ പ്രയോഗം ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരു പിടി മണ്ണ് ജീവാമൃതത്തിനകത്ത് ചേർത്തിരിക്കണം. കാരണം സൂക്ഷ്മജീവിയെ ജീവാമൃതത്തിൽ നിന്ന് മണ്ണിലേക്ക് നമ്മൾ പ്രയോഗിക്കുന്ന സമയത്ത് ആ മണ്ണിൻ്റെ മണമെന്ത്, ആ മണ്ണിൻ്റെ ഗുണമെന്ത്, അതായത് ഓരോ മണ്ണുകൾക്കും ഓരോ രുചികം കാര്യങ്ങളുണ്ടാവും. അവിടെ ആ മണ്ണിലേക്ക് പോകുമ്പോൾ ആ മണ്ണിൽ സൂക്ഷ്മജീവിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ മുൻകൂറായിട്ട് നമ്മളൊരു അതിൻ്റെ ഗുണം അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു പിടി മണ്ണിടുന്നത്. ജീവാമൃതം നമ്മൾ ഇളക്കുന്നത് എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ ഇളക്കാൻ പാടും. ആൻറ്റി ക്ലോക്ക് വൈസ് ഒരിക്കലും ഇളക്കരുത്. ഇളക്കുന്നത് ഒരു ദിവസത്തിൽ 3 തവണ വെച്ച് ചെയ്യണം. അങ്ങനെ 48 മണിക്കൂർ, അതായത് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ സിസ്റ്റം, ജീവാമൃതം എന്നുള്ള സിസ്റ്റം പൂർണ്ണമാകുകയുള്ളൂ. മാത്രമല്ല 7 ദിവസത്തിനകത്ത് ജീവാമൃതത്തിൻ്റെ പ്രയോഗം പൂർത്തിയാക്കിയിരിക്കണം. കാരണം 7 ദിവസത്തിനകം ഈ 200 ലിറ്റർ വെള്ളത്തിനകത്ത് സൂക്ഷ്മജീവി ഏറ്റവും കൂടുതൽ പെരുകി ഫുള്ളായി കാണും. പിന്നെ സൂക്ഷ്മജീവിക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല. ഉണ്ടാക്കുന്ന ജീവാമൃതം ഒരു കാരണവശാലും നേരിട്ട് സൂര്യപ്രകാശം കൊള്ളരുത്. കാരണം സൂര്യപ്രകാശം കൊള്ളുന്ന സമയത്ത് ഇതിനകത്തുള്ള സൂക്ഷ്മജീവി മരിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം വെള്ളം ചൂടാവും. അതുകൂടാതെ ജീവാമൃതം ഒരിക്കലും തുറന്നു വെക്കരുത്. ജീവാമൃതം അടച്ചു വെച്ചിരിക്കണം. കാരണം 2 ദിവസം കഴിയുന്ന സമയത്ത് പുറത്തുനിന്നുള്ള ഈച്ചകൾ, അതേപോലെ കൊതുക്, അങ്ങനെയുള്ള സാധനങ്ങൾ ഈ ജീവാമൃതത്തിൽ മുട്ടയിടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ചില സമയത്ത് അത് അതിനകത്ത് കിടന്ന് മരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ജീവാമൃതത്തിൻ്റെ സിസ്റ്റത്തിൽ തന്നെ വല്ലാത്ത വ്യത്യാസം വരും. കാരണം ഈച്ചൻ്റെ അകത്തുള്ള ബാക്ടീരിയ എന്ന് വെച്ചാൽ സൂക്ഷ്മജീവികളെ പോലും ചില സമയത്ത് നശിപ്പിക്കുന്ന രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട് ഈച്ചൻ്റെ. അതേപോലെ തേനീച്ച വരാനുള്ള സാധ്യതകളുണ്ട്. ഒരുപാട് പ്രാണികളും പറവകളും ഇതിനകത്ത് വരാനുള്ള, കാരണം ഇതിൻ്റെ ഗന്ധത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് മുഴുവൻ വരുന്നത്. ഒരു കാരണവശാലും അതുകൊണ്ട് ചണച്ചാക്കോ നമ്മുടെ കോട്ടൻ്റെ തുണികളോ ഇട്ടിട്ട് ഇത് മൂടി വെക്കണം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവാമൃതം ഇളക്കുന്നത് ക്ലോക്ക് വൈസേ പാടൂ. ജീവാമൃതം ഒരു കാരണവശാലും സൂര്യപ്രകാശത്തിൽ വെക്കരുത്. നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വല്ല കാരണവശാൽ നമുക്ക് നിഴലില്ല എങ്കിൽ ജീവാമൃതം ഓലയോ അല്ലെങ്കിൽ ചണച്ചാക്ക് തന്നെ ചുറ്റോടും കെട്ടിയിട്ടും ചണച്ചാക്ക് നനയ്ക്കുന്നൊരു സംവിധാനം ഉണ്ടെങ്കിലും ജീവാമൃതത്തിൻ്റെ ബാരൽ ഒരിക്കലും ചൂടാവില്ല. അങ്ങനെ ഈ ഒരു സംവിധാനം ചെയ്യാൻ മാത്രമാണ് ജീവാമൃതം എന്നുള്ള സിസ്റ്റം പൂർണ്ണതയിലേക്ക് വരിക. അതേപോലെ ഒഴിക്കുന്ന സ്ഥലത്ത് ഈർപ്പമുള്ള, അതായത് പച്ചക്കറിക്ക് ചെയ്യുന്ന സമയത്ത് ജീവാമൃതം ഒഴിക്കുന്നതിൻ്റെ തലേ ദിവസം പച്ചക്കറിൻ്റെ മണ്ണ് നനച്ചിരിക്കണം. നനഞ്ഞ മണ്ണിൽ മാത്രമേ സൂക്ഷ്മജീവിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. പൊതയിടുക എന്നുള്ളൊരു സംവിധാനം എന്ന് ഉദ്ദേശിക്കുന്നത് സൂക്ഷ്മജീവികൾക്ക് ഷാഡോൻ്റെ അകത്തും തണുപ്പുള്ള മണ്ണിലും അതിന് കൂടുതൽ സമയം ജീവനോടെ ഇരിക്കാൻ കഴിയും. അതിനെ എത്രത്തോളം നമ്മൾ ജീവനോടെ ഇരിക്കുന്ന സൂക്ഷ്മജീവികൾ ജീവനോടെ ഇരിക്കാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കണോ അതിനനുസരിച്ചിട്ട് സൂക്ഷ്മജീവികൾ പെരുകിക്കൊണ്ടിരിക്കും. അപ്പോൾ സൂക്ഷ്മജീവികളിനെ പെരുക്കുകയും സൂക്ഷ്മജീവികളിൻ്റെ എണ്ണം മണ്ണിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ജീവാമൃതം എന്നുള്ള ഈ കൃഷി രീതി പറയുന്നത്. മണ്ണിന് ജീവൻ നൽകുന്ന അമൃതായതുകൊണ്ടാണ്. എങ്ങനെയാണോ മനുഷ്യനും അമൃത് കഴിച്ചാൽ ആയുസ്സും ആരോഗ്യം കൂടുതൽ കിട്ടും എന്ന് പറയുന്ന പോലെ തന്നെയാണ് മണ്ണിൻ്റെ ആയുസ്സിനും അതേപോലെ മണ്ണിൻ്റെ ഗുണത്തിനും സൂക്ഷ്മജീവികളുടെ എണ്ണം പെരുക്കുകയും ആ രീതിയിൽ വരുമ്പോൾ ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും, അതായത് 5 വർഷം പൂർണ്ണതയിലേക്ക് വരുമ്പോൾ ആ മണ്ണിനകത്ത് യഥേഷ്ടം സൂക്ഷ്മജീവികൾ ഉണ്ടാവും. യഥേഷ്ടം സൂക്ഷ്മജീവികൾ ഉണ്ടാകുമ്പോൾ യഥേഷ്ടം മണ്ണരി ഉണ്ടാവും. യഥേഷ്ടം മണ്ണരി ഉണ്ടാകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള മണ്ണുകൾ വരികയും ആ കൃഷി രീതിയിലുള്ള ആദായം, അതായത് അതിൻ്റെ ഈൽഡിൽ വല്ലാതെ വ്യത്യാസം 5-മത്തെ വർഷമാകുമ്പോഴാണ് ജീവാമൃതത്തിൽ വരിക. അപ്പോൾ ജീവാമൃതം ഉള്ളത് ഈ പറഞ്ഞ രീതിയിൽ വളരെ ചുരുങ്ങിയ ചെലവ് കൊണ്ട് തന്നെ നമുക്ക് ഈ വക സാധനങ്ങൾ ഉണ്ടാക്കാം. അല്ലാതെ പൈസ കൂടുതൽ കർഷകൻ കൊടുത്ത് 60-70 രൂപ കൊടുത്തിട്ട് ശർക്കര വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേസ്റ്റ് പഴം കടകളിൽ നിന്ന് കിട്ടുന്നതിന് ധാരാളമായിരിക്കും. ചക്ക അതിന് ഉത്തമമാണ്.
ഇതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആസിഡ് ഫോർമേഷൻ ഇല്ലാത്ത മധുരമുള്ള ഏത് പഴങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. മാമ്പഴം വരെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ മാമ്പഴം ഏറ്റവും കൂടുതൽ പഴുക്കണം. പനൻ്റെ നൊങ്ക് നിന്ന് ജീവാമൃതം ഉണ്ടാക്കാം. പനനൊങ്ക് ഉണ്ടെങ്കിൽ യാതൊരു വെള്ളത്തുള്ളി ഇല്ലാതെ പനനൊങ്കിനെ നമ്മൾ ഗോമൂത്രത്തിൽ ഇട്ട് വെച്ച് 6-7 ദിവസം കഴിഞ്ഞാൽ ഈ നൊങ്കിലുള്ള മധുരം അതിനകത്ത് യൂറിനിലേക്ക് വരും. ആ യൂറിൻ ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് ജീവാമൃതമായിട്ട് തന്നെ ഉപയോഗിക്കാം. മധുരം എന്നുള്ള ആശയം ഉൾക്കൊള്ളുന്നത് ജീവാമൃതത്തിലുള്ള സൂക്ഷ്മജീവികൾക്കുള്ള ആരോഗ്യത്തിനും ഉഷാറിനും ഉന്മേഷത്തിനുമുള്ള ഗ്ലൂക്കോസ് എന്നുള്ള കൺസെപ്റ്റാണ്. ചക്കക്കുരു എന്നുള്ളത് പ്രോട്ടീൻ റിച്ച് സാധനം കൊടുക്കുക എന്നുള്ളതാണ്. ഗോമൂത്രം എന്നുള്ളത് ഗോമൂത്രത്തിനകത്തുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ്, കോപ്പർ, അതേപോലെ മെഗ്നീഷ്യം, ഗോമൂത്രത്തിനകത്ത് ഉപ്പുണ്ട്, മധുരമുണ്ട്. അപ്പോൾ എല്ലാം കൂടുതലുള്ള ഒരു മിശ്രിതമായതുകൊണ്ടാണ് ഇതിന് മണ്ണിന് ജീവൻ നൽകുന്ന അമൃതമായിട്ട് ഇതിന് പറയാൻ കാരണമാണ്. അതുകൊണ്ടാണ് ജീവാമൃതം എന്ന് പറയുന്നത്.